ഹലോ ഫ്രണ്ട്സ്, ഞാൻ രാവിലെ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് യാത്ര പോകാൻ വേണ്ടിയാണ്. ആക്ച്വലി യാത്ര പോയിട്ട് ഒരു വീക്കായി. എനിക്കിപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. പോകുന്നത് പഴനിയിലേക്കാണ്. മോളുടെ മുടി കളയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന 6 മണിയുടെ ട്രെയിനിലാണ് ഞങ്ങൾ പോയത്. ഈ യാത്രയ്ക്ക് ചെറിയൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് രാവിലെ തന്നെ ട്രെയിനിൽ കയറിയിരുന്നു. ഞാനും വിൻഡോ സീറ്റ് തന്നെ പിടിച്ചു. പോകുന്ന വഴിയിൽ മനോഹരമായ കാഴ്ചകൾ ഉള്ളതുകൊണ്ട് തന്നെ ബോറടിച്ചില്ല. ഞാൻ ഓരോ കാഴ്ചകളും വളരെയധികം സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രെയിനിൽ കിട്ടിയ ഫുഡ് ഒഴികെ ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിച്ച ഒരു ഫുഡും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. മോളാണെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് ട്രെയിനിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ എൻ്റെ അടുത്തും ഏട്ടൻ്റെ അടുത്തും ഒന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ പിള്ളേരും ഉറങ്ങിയപ്പോഴും അവൾ നല്ല ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോയത് കുതിരവണ്ടിയിലാണ്. ചോദിച്ചപ്പോൾ ഓട്ടോനും കുതിരവണ്ടിക്കും ഒരേ റേറ്റ് ആയിരുന്നു. ഞങ്ങൾ കുതിരവണ്ടി സെലക്ട് ചെയ്തു. അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. മനോഹരമായിരുന്നു. റൂമിലെത്തി ഫ്രഷായ ശേഷം അവിടേക്ക് ഒന്ന് നടന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. അമ്പലത്തിന് ചുറ്റും ഇവിടെ പറശ്ശിനിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടത്തേനേക്കാളും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവിടെ റേറ്റ് വളരെ കുറവായിട്ട് എനിക്ക് തോന്നി. ഇവിടെ നമ്മൾ വാങ്ങുന്ന പല സാധനങ്ങൾക്കും അവിടെ നല്ല വില കുറവുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ ഞാനും ഏട്ടനും അത് ഓരോന്നും നോക്കി നടന്നു. മോൾക്ക് ഉറക്കം വന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് റൂമിലേക്ക് പോയി ഉറങ്ങി. രാവിലെ ഞങ്ങൾ നേരെ പോയത് മോളുടെ മുടി കളയാൻ വേണ്ടിയിട്ടാണ്. അവളൊരു ബഹളം ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിട്ട് മുടി കളയാൻ വേണ്ടി കാണിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മുടി കളയുന്നയാളും അവളെ വേദനിപ്പിക്കാതെ വളരെ സോഫ്റ്റായിട്ട് ചെയ്തു. പിന്നെ അമ്പലത്തിലേക്ക് തൊഴുതിറങ്ങി ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങളിങ്ങ് പോന്നു.